കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KVET-മായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓൾറെഡി KVET-യുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനും കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് നമ്മൾ കോടതിയിൽ ഒരു KVET ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിനുശേഷം സ്വാഭാവികമായിട്ടും എതിർഭാഗം എന്ത് ചെയ്യുന്നു, നമുക്ക് എതിരെ ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയും ആ ഫയൽ ചെയ്ത കേസിൽ നമുക്ക് പ്രത്യേകിച്ച് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എതിരെയായിട്ട് കോടതിക്ക് ജഡ്ജിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ നമുക്കൊരു നോട്ടീസ് അയക്കാതെ പുറപ്പെടുപ്പിക്കുവാനായിട്ട് കോടതിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയല്ലേ? അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സുപ്രീം കോടതി പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. അതായത് KVET is defined as a warning given by a person to the court that no order or judgment should be passed without notice to him എന്നാണ് പറയുന്നത്. അതായത് എതിർഭാഗത്തിൽ, അതായത് KVET മുൻകൂട്ടി ഫയൽ ചെയ്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് അയച്ച് അവരുടെ അഭിപ്രായം എന്താണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക എവിടെയാണെന്നറിയാം, ഗോൾഡ് OP കേസുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ വീടും പറമ്പും അറ്റാച്ച്മെൻറ്റ് ചെയ്യുവാനായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.